നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ചില സമയത്ത് അതിങ്ങനെ കട്ടാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് കട്ടിയാവാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആ ദിവസം മുഴുവൻ ഇരുന്നാൽ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനിടയ്ക്ക് ചെറിയ ടിപ്പുകളുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ ഇതുപോലെ പാനിലാണ് ഗോതമ്പ് പൊടി എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് ചൂടാക്കാനുള്ളതാണ്. അപ്പം ഞാൻ ഇതേ ഒരു പാനിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാനുള്ളതാണ്. അപ്പം നമുക്കിനി അത് അടുപ്പ് കത്തിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് ചെറു തീയിൽ ഇതുപോലെ ചൂടാക്കിയെടുക്കുക. ഒത്തിരി മൂപ്പിച്ചൊന്നും എടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കിട്ടും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെ അടി കിടക്കുന്ന ആ പൊടി ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കരി. ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തെടുക്കാവേ. നല്ല മണം വരും. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ചൂടായി വന്ന് തുടങ്ങുന്നുണ്ട്, നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ പെട്ടെന്ന് പിന്നെ അത് ചൂട് കൂടി അത് കരിഞ്ഞു വരും. മാവ് പെട്ടെന്ന് ചൂടായിപ്പോൾ അപ്പോൾ പിന്നെ അത് കരിഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നെയ്യ്. അപ്പോൾ ഈ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ ഈ ഗോതമ്പൊടിയിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഒരു ചെറിയ ചൂടുണ്ട്, ഒത്തിരി ചൂടോടുകൂടി ഇത് ചേർക്കാൻ പാടില്ല കേട്ടോ, പെട്ടെന്ന് കട്ട കിട്ടും. അപ്പോൾ ചെറിയ ചൂടോടുകൂടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇനി ഇതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഒത്തിരി വെള്ളം ഒന്നിച്ച് ഒഴിക്കരുത്, ഇച്ചിരി വെള്ളം ചേർത്ത് ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതുപോലെ കട്ട കെട്ടുന്ന പോലെ വരും, സാരമില്ല. അപ്പം ഇതുപോലെ നമ്മളൊന്ന് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചപ്പാത്തിക്ക് കുഴയുന്ന പോലെ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കുഴച്ചെടുക്കണം. ഇനിയും ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒരു പ്രാവശ്യം അത് പൾസിലിട്ടിട്ട് കറക്കിയെടുക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ഒട്ടും തരിയില്ലാതെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. പിന്നെ നമുക്കത് മിക്സിയുടെ ജാറിൽ പൾസിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒരു പ്രാവശ്യം ക്രക്കൊന്നൊന്ന് വെച്ചാൽ മതി, ട്രക്ക് അത്രയൊന്ന് വെച്ചാൽ മതി. അന്നേരത്തിന് തന്നെ നല്ലതായിട്ടത് അതിൻ്റെ ആ ഒരു കട്ടയെല്ലാം പോയി നല്ലതായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. കണ്ടോ, അപ്പോൾ ഒട്ടും ഇങ്ങനെ തരിതരിപ്പില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കട്ടയില്ലാതുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് നമുക്ക് ആവി വെച്ച് വേവിച്ചെടുക്കണം. എനിക്കിതുപോലത്തെ ചിരട്ടക്കുറ്റിയുടെ പുട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ്, അല്ലാതെ വലിയ പുട്ടുകുറ്റിയല്ല. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിനിയും കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, അതിന് ശേഷം നമ്മുടെ ഗോതമ്പ് പുട്ട് നനച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ സ്വല്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പുട്ടുകുറ്റിയിൽ നമ്മൾ ഇതുപോലെ പുട്ട് നിറച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇതുപോലെ കുക്കറിൻ്റെ മുകളിലാണ് ഈ പുട്ടുകുറ്റി വയ്ക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതിലൂടെ സ്റ്റീം വരും. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഗോതമ്പ് പുട്ട് വേവുന്ന ഈ സമയത്ത് ഭയങ്കര സ്മെല്ലാണ്. എന്തോരം നല്ല മണമെന്നറിയോ. നമ്മുടെ ഈ വീട് മുഴുവൻ നല്ലൊരു മണമാണ്. അപ്പം നമുക്കറിയാം ഇന്ന് ഇവിടെ ഗോതമ്പ് പുട്ടാണെന്നുള്ളത്. അത്രയും നല്ലൊരു മണമാണ്. ആ നെയ്യൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഒന്നും കൂടെ നല്ല മണം കേട്ടോ. ഗോതമ്പ് പുട്ടിന് പൊതുവേ ഒരു സ്മെല്ലുണ്ട്, അല്ലാതെ ആ നെയ്യൊക്കെ ഇടുന്നതുകൊണ്ട് ഒന്നും കൂടെ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ വായിൽ വെള്ളം വരുന്ന പോലത്തെ ഒരു മണം വരും. അതുപോലത്തെ സ്മെല്ല്. ഇപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് ആവിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലോട്ട് മാറ്റാം.
അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ചിരട്ടപ്പുട്ട് ഇതുപോലെ പാത്രത്തിലോട്ട് മാറ്റുവാണ്. ആഹാ, അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിരട്ടപ്പുട്ട് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വെക്കുന്നത് 2 പപ്പടമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പയറുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുപയർ തോരൻ വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്, അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം കേട്ടോ. പുട്ടിൻ്റെ കൂടെ പഴം കൂട്ടി കഴിക്കുന്നവരുണ്ട്, കടലക്കറി ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ചെറുപയറും പപ്പടവും അടിപൊളി ടേസ്റ്റാണ്. അതിലൂടെ പഴം കൂടി ഉണ്ടെങ്കിൽ അതിലും അടിപൊളിയാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഇതുപോലെ ഇച്ചിരി പുട്ടെടുക്കുക, ഇച്ചിരി പയറെടുക്കുക, പപ്പടം പൊടിച്ചിടുക, കഴിക്കുക.